നാട്ടി വേച്ച പള്ളിയറയും പുലിക ഭഗവതി എടുത്ത് വേച്ച ആ വെള്ളി ശ്രീപീഠം പുലികാദൈവ ആമേ. അങ്ങനെ ഇക്കൊല്ലത്തെ കളിയാട്ടവും കഴിഞ്ഞു. എന്തൊരു ബഹളായിരുന്നു. അളക്കലും പിടിക്കലും കുറ്റിയടിക്കലും. ഹോ, ദേവി കാത്തു. പെരുവണ്ണാൻ കുറച്ചൊന്നല്ല പ്രാർത്ഥിച്ചതും അധ്വാനിച്ചതും. കൊറോണയും വന്നപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാം കൊളാവും. ഞാനും അത് തന്നെ വിചാരിച്ചത്. ദേവി കാത്തു. അടുത്തത് എന്താണോ ആവോ എന്തോ. നല്ലട്ടാ ഒരു ചായ. ആ കഴിക്കാൻ വേണ്ട. കഴിക്കാൻ നാളെ ബോണ്ട, പഴംപൊരി, ഉള്ളിവട, പിന്നെ പരിപ്പുവട. എനിക്കൊരു ഉള്ളിവട മതി. ആ എന്താ രതീഷേ, ഇന്ന് പണിക്ക് പോയിട്ടേ? ഇന്ന് പോയിട്ടില്ല, 2 ദിവസത്തെ റെസ്റ്റ് എടുക്കാൻ വെച്ച്. ഏച്ചി ഇവർ 2 ആഴ്ച റെസ്റ്റിലാന്നറാ. അല്ല ഇവൻ പോയിട്ട് തന്നെ ചെയ്യുന്നു. ബംഗാളിനെ കൊണ്ട് പണിയെടുപ്പിക്കല്ലേ ഇവൻ്റെ പണി. ഹലോ, ആ എന്താ പണിയെടുപ്പിക്കലൊരു പണിയൊന്നുമല്ലേ? കുമാരേട്ടൻ അപ്പോൾ ഓക്കെ. ഒരു നാരങ്ങ സോഡ. ആ ഇരിക്കറ. വേണ്ടപ്പാ. എന്തേ? ആ ആ എന്തായി കുമാരേട്ട പോയ കാര്യം? പറയാം.
ഞാനിപ്പം ഇവിടെ ഇറങ്ങി ബാക്കി? ബാക്കിയൊക്കെ വീട്ടിലെത്തിയിട്ട് എന്ത് നേരിട്ട് പറ്റി പറയാം. അല്ല ആ അന്ന് കുമാരേട്ടൻ ഒന്നും പറയാണ്ട് പോയേ. കുമാരേട്ടൻ എന്തു പറ്റി? ആന പറയുന്നു റോഡ് പണി മൂപ്പരെ വല്ലാണ്ട് വിഷമിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഉത്സവം കഴിഞ്ഞിട്ട് ഒരു ഉത്സവം ഇല്ലാത്തത്. അല്ല ഇന്നലെ എന്നെ കണ്ടിട്ട് ഒന്നും മിണ്ടിയിട്ടാ. അല്ല അല്ല ഇനി അയാൾ പോയിട്ട് ഒരു കാര്യം നടക്കില്ല, ഒരു പുണ്ണാക്കും നടക്കില്ല. നീ പോയിട്ട് റെസ്റ്റ് എടുക്ക്. ഒരാൾ ശ്രമിക്കുന്നുണ്ട്, വേറെ ദോഷമൊന്നുമില്ല. പണി പാളി. എന്താ പെരുവണ്ണാനെ ഒരു ആലോചന? കൊല്ലത്തെ ഉത്സവമെല്ലാം ഗംഭീരായില്ലേ? നിന്റെ മുഖത്തെന്താ ഒരു തെളിച്ചില്ലായ്മ? നിനക്കറിഞ്ഞൂടെ ഇനി ഇവിടെ എന്താ നടക്കാൻ പോകുന്നതെന്ന്? ആ, അടുത്ത കൊല്ലത്തെ ഉത്സവം നമുക്കിവിടെ നടത്താനാവോ? ഉം. എത്ര കൊല്ലം അടിത്തിമുർത്ത മണ്ണായത്. ശരി തന്നെ. അങ്ങനെ അവർ ഈ അമ്പലമൊക്കെ ഇടിച്ചു കളയോ? എനക്ക് തോന്നുന്നില്ല. അങ്ങനെയെങ്കിൽ ആ പാറപ്പുറം പള്ളിയോ? ആ കുമാരേട്ടാ, എൻ്റെ രാഘവട്ട, ഈ ഹൈവേക്കാർ ഗവൺമെൻറ്റിൻ്റെ ആളാ. അവർ ജാതിയും മതവും നോക്കിയിട്ടല്ല റോഡ് ഉണ്ടാക്കുന്നത്. അമ്പലമായാലും പള്ളിയായാലും അവർ പൊളിക്കും. എന്തെന്നുള്ള നമ്മൾ ചെയ്യല്? എല്ലാവർക്കും നഷ്ടപരിഹാരം കിട്ടുന്നത് പോലെ നമുക്കും കിട്ടും. പക്ഷേ എല്ലാവർക്കുള്ള നഷ്ടമല്ലല്ലോ നമ്മളത്. ആ, അങ്ങനെയായിരിക്കും ദൈവഹിതം. അങ്ങനെ ആശ്വസിക്ക, അല്ലാണ്ട് ഇപ്പം എന്താ ചെയ്യാ? അല്ല വരുവാണേ, നിങ്ങൾ ഒരുപാട് സ്ഥലത്ത് തെയ്യം കിട്ടുന്നല്ലേ, ഈ സ്ഥലത്തോട് മാത്രം ഇത്ര പ്രത്യേകത? ഞാൻ തെയ്യം കെട്ടിയാടുന്ന എല്ലാ സ്ഥലങ്ങളും എനിക്ക് പ്രിയപ്പെട്ടത് തന്നെയാണ്. പിന്നെ ഇങ്ങനൊരു പ്രശ്നം വന്നത് ഇവിടെയല്ലേ, അതിൻ്റെ ബേജാറ് എനിക്കുണ്ടാവില്ലേ? ഞാനും എൻ്റെ പിതൃക്കളും അരങ്ങേറ്റം കുറിച്ച മണ്ണായത്. ഈ കലികാലത്തെ ദൈവം സ്വയം ശിക്ഷിക്കുന്നതായിരിക്കും. എന്ത് കലികാലം കൃഷ്ണേട്ടാ, ദൈവം ഇപ്പോൾ പുരോഗമനവാദി തന്നെയാണ്. അതല്ലേ ഇങ്ങനെയല്ലേ നടക്കുന്നത്. പണ്ടത്തെ ഈ കോണാവാലി പോലത്തെ റോഡുണ്ടായിട്ടൊന്നും ഒരു കാര്യമില്ല. ഇപ്പോൾ ആർക്കെങ്കിലും ഒരു അസുഖം ഉണ്ടായിന്ന് കൂട്ടിക്കോ, അപ്പോൾ നമുക്ക് എന്താ വേണ്ടേ, പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകണം, അതിന് നല്ല റോഡ് വേണം, നല്ല സൗകര്യങ്ങൾ വേണം. ചിലതെല്ലാം നമ്മൾ വിട്ടുകൊടുക്കേണ്ടി വരും കേട്ടോ. ഇതൊന്നും എനിക്കറിയാത്ത കാര്യമൊന്നുമല്ലടോ. നാട് പുരോഗമിക്കുന്ന ഇഷ്ടമില്ലാത്ത മൂരാച്ചിയൊന്നുമല്ല ഞാൻ. പക്ഷേ ചിലതൊക്കെ നഷ്ടമാകുമ്പോൾ ഭഗവതിയുടെ തിരുമുറ്റത്തും പള്ളിയറയിലും കൂടെ ബസ്സും ലോറിയും കടന്നു പോകുന്നത് കാണുമ്പോൾ എൻ്റെ വേദന നിങ്ങൾക്ക് മനസ്സിലാവില്ല. കോലം കെട്ടി തിരുമുടിയും വാളുമേന്തി ഭഗവതിയായി നിറഞ്ഞാടുന്ന മണ്ണായത്. കോലക്കാരൻ ആ മണ്ണിനോടുള്ള സ്നേഹം തെയ്യം കാണുന്നവനറിയണമെന്നില്ല. അത് കീറി മുറിക്കുമ്പോൾ എന്നെപ്പോലുള്ളവരുടെ ചങ്കിലാ ചോര പൊടിയുന്നത്. വിശ്വാസികളുടെയും വിശ്വാസത്തിൻ്റെയും കാര്യമാണ് നിങ്ങളീ പറയുന്നത്. വരാനുള്ളത് വേഗതയുടെ ലോക. അതൊന്നും കാണാണ്ട് ഈ അമ്പലവും പള്ളിയെല്ലാം കെട്ടിപ്പിടിച്ചിരുന്നിട്ട് എന്തെന്നാ കാര്യം? കുമാരേട്ടാ, ഇവരോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. യുക്തിവാദികൾ എപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെ. എന്തിനും ഏതിനും രണ്ടഭിപ്രായം ഉണ്ടാവില്ലേ കുമാര? കുമാരേട്ട പോയെന്ന് ആടിത്തിമിർത്തൊരീ ഭൂമിയിൽ ഇനിയാടാനാകുമോ എൻ ചിലമ്പ്? അന്തിത്തിരികൾ കരിന്തിരി കത്തുമ്പോൾ അന്ധകാരത്തിൻ കരിമ്പടം മൂടുന്നു. കാറ്റേറ്റു നാമം ജപിക്കുന്നൊരാൽമരം കേരറ്റു വീഴും കണ്ണീർ കാഴ്ചകൾ മാഞ്ഞു പോകുന്നു ഗുരുതിത്തടങ്ങളും. ആഴിത്തിമിർത്തൊരീ ഭൂമിയിൽ ഇനിയാടാനാകുമോ എൻ ചിലമ്പ്? തേങ്ങലായി മാറുന്ന തോറ്റം പാട്ട് ചുവടുകളടിതെറ്റും
തിറയാട്ടം വാൾമുന കൊണ്ട് കീറി മുറിച്ചൻ ഹൃദയത്തിൽ നൊമ്പരച്ചൻ വാൾമുന കൊണ്ട് കീറി മുറിച്ചൻ ഹൃദയത്തിൽ നൊമ്പരച്ചൻ ആഴിത്തിമിർത്തൊരീ ഭൂമി ഇതിൽ ഇനിയാടാനാകുമോ എൻ ചിലമ്പേ വാമൊഴി മൗനമായി മാറുന്നുവോ കണ്ണീരിൽ മനയോലമായുന്നുവോ സമയങ്ങൾ തന്നിറം മങ്ങുന്നുവോ മേളത്തിൻ താളങ്ങളിടറുന്നുവോ സമയങ്ങൾ തന്നിറം മങ്ങുന്നുവോ മേളത്തിൻ താളങ്ങളിടറുന്നുവോ ആഴിത്തിമിർത്തൊരീ ഭൂമി ഇതിൽ ഇനിയാടാനാകുമോ എൻ ചിലമ്പ് അന്തിത്തിരികൾ കരിന്തിരി കത്തുമ്പോൾ അന്ധകാരത്തിൻ കരിമ്പടം മൂടുന്നു കാറ്റേറ്റു നാമം ജപിക്കുന്നൊരാൽമരം കേരറ്റു വീഴും കണ്ണീർ കാഴ്ചകൾ മാഞ്ഞു പോകുന്നു ഗുരുതിത്തടങ്ങളും ആഴിത്തിമിർത്തൊരീ ഭൂമി ഇതിൽ ഇനിയാടാനാകുമോ എൻ ചിലമ്പേ എപ്പ മോനെ സ്കൂള് പൂട്ടല്? അടുത്ത ആഴ്ച. അതെയാ? പുകയില നല്ല ഇല്ല, നാളെ വാങ്ങാം. അച്ഛൻ ചാർട്ട് പേപ്പർ വാങ്ങിയിട്ടേ? ഇല്ലടാ, ഞാൻ അങ്ങാടി പോയിട്ടില്ല. നാളെ പോരെ? മതി, ഇന്ന് കിട്ടിയ നല്ലതായിരുന്നു. പോയ കാര്യം എന്തായി? എന്താവാൻ? നിങ്ങളിങ്ങനെ ഒരുങ്ങിയിട്ട് എന്താ കാര്യം? എല്ലാം ശരിയോ? നമ്മളെ കൂടെ ഭഗവതി ഇല്ലേ? അതുകൊണ്ട് മനുഷ്യപ്രയത്നം വേണ്ടാന്നുണ്ടോ? ഞാനിവിടെ വീട്ടിലിരുന്ന് എന്തെങ്കിലും നടക്കുമോ? ഒരു പോംവഴി എങ്ങനെയാ വരുന്നതെന്ന് ആർക്കറിയാം? നീ കുറച്ച് വെള്ളം എടുക്ക്. അച്ഛാ, നാടിന്റെ പുരോഗതിക്ക് ഭഗവതിക്ക് ഇഷ്ടമുണ്ടാവും, അല്ലെങ്കിൽ ഇങ്ങനൊന്നും വരൂലല്ലോ. പുരോഗതിക്ക് ആരാ മോളെ തടസ്സം നിൽക്കുന്നത്? പുരോഗതിയും വികസനമൊക്കെ വേണം, പക്ഷെ അത് ഏടിയാ എങ്ങനെയാന്നുള്ളതാ. എന്നും പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവില്ല. നീ പോയി പഠിച്ചോ. നിങ്ങൾ ഇതന്നെ വിചാരിച്ചിരിക്കാണ്ട് പോയിട്ടു ഒളിച്ചിട്ടോ. നീ ഷർട്ട് തിരുമ്പിയിട്ട് തേച്ചിട്ട് വെച്ചേക്ക്. കുമാരാ, മോന്തിക്ക് കുളിക്കാൻ പോകുമ്പോ നോക്കണം, കെട്ട കാലാന്ന്. ആയിക്കോട്ടെ. It involves improvement of the quality of the various components of infrastructure such as roads, power, ICT, water and sanitation. Building new roads, constructed Yo!
ഇനി പൊന്നും വെളിച്ചപ്പാട് എളിയാ. ഇതെന്താ നിങ്ങൾ കുളിച്ചിട്ട് തോർത്തില്ലേ? ഒന്നുമില്ലപ്പാ, നടന്നുകൊണ്ട് വേർത്തതാ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയപ്പാ. ഒന്നുമില്ലാന്ന്, നിന്റെ പണി നോക്ക്. എന്നാ ഓനി ആയിനി. നമ്മൾ പോയിട്ട് വല്ല കാര്യമുണ്ടോ? സംസാരിച്ചു നോക്കാന്ന് സമ്മാനല്ലേ, വല്ല കാര്യമുണ്ടാവോ? എന്താ കുമാരേട്ടാ വീണ്ടും വീടാ? സാറേ, ഇത് ഇവിടെ കൂടി അല്ലാണ്ട് വേറെ എന്തെങ്കിലും വഴിയുണ്ടോ? ഇത് തന്നെയല്ലേ ഇന്നലെയും ചോദിച്ചത്. ഇത് എൻ്റെ ഇഷ്ടത്തിന് ചെയ്യുന്നതല്ല. ഞാനും നിങ്ങളെപ്പോലെ ദേവി ഭക്തൻ തന്നെ. ആരെയാ കാണണ്ടെന്ന് പറഞ്ഞാൽ മതി. 4-5 തലമുറക്ക് മുമ്പുള്ള ക്ഷേത്രന്നേ. ഇത് ആരെ കണ്ടിട്ടും കാര്യമുണ്ടെന്ന് തോന്നില്ല. ശരി. വാ. കുന്നുകളും കുളങ്ങളും നികത്തി പുഴകളും അരുവികളും മൂടി വികസനം വികസനം. പ്രാണജലത്തിനായി നെട്ടോട്ടമോടാൻ നമുക്കും ഒരു പാത വേണ്ടേ? ആ കാതറേ, അല്ല വരുന്നാണ് ഇങ്ങളെന്താ ഈടാ? ഒരു ചായക്ക് പറയട്ടെ. ചായ ഒന്നും വേണ്ടടോ, എന്നെ കണ്ടിട്ട് കുറേ ആയല്ലോ. നീ പേടിയാ? നമ്മളെ ഭാഗത്ത് പണി ബേ നടക്കുന്നുണ്ട്. വീടിൻ്റെ വിൽക്കാലും പോയി. ഞാനിപ്പോൾ ഒരു വാടക വീട്ടിലേക്ക് മാറി. ഓ, നിന്റെ സ്ഥലത്തിൻ്റെ കാര്യം എന്തായി കാതറേ? ഇവർ പൈസ വേഗം തന്നാൽ അങ്ങ് കിഴക്കൊരു സ്ഥലം നോക്കി വെച്ചിട്ടുണ്ട്. അത് വാങ്ങണം. എപ്പോൾ എന്തോ എപ്പം നടക്കുവാവോ. അല്ല, ഇങ്ങളെന്തേടാന്ന് പറഞ്ഞില്ല? നീ അറിഞ്ഞ പ്രശ്നം തന്നെയാ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ കാര്യം. വലിയ പ്രതീക്ഷയൊന്നും വേണ്ട, എന്നാലും നോക്കാം. എത്ര തെയ്യത്തിന് പോയ സ്ഥലാ. ഇനിയില്ല കുട്ടിയൊക്കെ എൻ്റെ യോഗം ഉണ്ടാവും തോന്നുന്നില്ല. എന്നാ ശരി വരുന്നാലേ. ഹലോ, ഞാനിവിടെ ടൗണിലാ. എന്തേ? എൻ്റെ ഭഗവതി, എൻ്റെ കുഞ്ഞിനെന്താ പറ്റിയത്? ഞാൻ വരാം, ഡോക്ടറെ അടുത്ത് പോവാം. ആ, നീ അവിടെ തന്നെ നിൽക്ക്, ഞാനൊരു വണ്ടി വിളിച്ചിട്ട് പെട്ടെന്ന് വരാം. ഭഗവതി, പരീക്ഷണം എന്നോട് തന്നെയാ. ഇവിടെ എവിടെയാ ടോൾ പ്ലാസ വരുന്നത് അല്ലേ? ഓ അതെയാ. സ്ഥലം പോയാലും പോരാ, റോഡിന് ടാക്സ്, വണ്ടിക്ക് ടാക്സ്, പെട്രോളിന് ടാക്സ്, ഇനിയിപ്പോൾ ടോളും കൊടുക്കണം. പിന്നെ
ഇത്ര വലിയ റോഡ് ഉണ്ടാക്കാൻ സർക്കാരിന് പൈസ വേണ്ടേ? അതും നമ്മളെപ്പോലെ പാവപ്പെട്ടവരുടെ കീശൽ കൈയിട്ട് തന്നെ വേണം. നിങ്ങളെ തമിഴ്നാട്ടിലെയും കർണാടകത്തിലെയും റോഡ് പോയി നോക്കണം. അപ്പം അറിയാം ഇതിൻ്റെ ഗുണം. ഓ ആ അത് ശരിയാ. അതെ അതെ. ടിക്കറ്റ്സ് 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 ടിക്കറ്റ്സ്. ഒരു ചട്ടഞ്ചാല്. ചട്ടഞ്ചാല ഇതാ ചില്ലറിയില്ല, ബാക്കി പിന്നെ തരാം. ബാക്കി അത് ഇറങ്ങുമ്പോൾ തരാം. എന്തൊരു കഷ്ടാണിത്. ചട്ടഞ്ചാല് വരെ ഞാൻ ഇതും പിടിച്ചോണ്ടിരിക്കണം. എന്ത് ഭ്രാന്ത്. എത്ര എത്ര വീടാന്ന് എത്ര മരാന്ന് നേടിയുണ്ടായിനി. ഇപ്പൊ നോക്കറ മരുഭൂമി പോലെയായില്ലേ. എടോ, വികസനം വേണമെങ്കിൽ കുറച്ചൊക്കെ നഷ്ടപ്പെടേണ്ടി വരും. പണ്ടത്തെ കൂട്ടുകുടുംബ വ്യവസ്ഥയുണ്ട്. ഇപ്പോൾ എല്ലാവർക്കും വേറെ വേറെ വീട് വേണം, വീട്ടിലേക്ക് റോഡ് വേണം, മരം ഇട്ട് മുറിക്കാനും പാടില്ല. അപ്പൊ പുതിയ റോഡ് വന്നാൽ നമുക്ക് കാസർകോട്ടേക്ക് പറന്നു പോവാ അല്ലേ? ആ പോവാ. സംഗതി മോശമല്ലല്ലോ. മഴയില്ല, മരങ്ങളില്ല, പൂവില്ല, കായ്കളില്ല, വിളയില്ല, വിതയില്ല, വയലില്ല, വരൾച്ച മാത്രം. ഇനിയിപ്പം നമ്മൾ എന്താ ചെയ്യാനാകട്ടെ? പ്രശ്നം വെച്ച് നോക്കിയാലോ? ഭഗവതിയുടെ ഇഷ്ടം അറിയാലോ. ഇനിയിപ്പോൾ ഇഷ്ടം ഇവിടെ തന്നെയാണെങ്കിൽ നമ്മളിപ്പോൾ എന്താ ചെയ്യുക? അല്ല, ഇനിയിപ്പം നമ്മൾ എങ്ങോട്ടാ മാറുക? ഇങ്ങനൊരു പുണ്യഭൂമി എനിക്ക് കിട്ടുമോ? അത് ശരിയാ. ഒരാല വളർന്ന് ഈ വിധത്തിലാവും എത്ര കാലം എടുക്കും? പുതിയ അമ്പലം കെട്ടണ്ടേ? എനക്കൊന്നും പിടികിട്ടുന്നില്ല. നാട്ടുകാർ സഹായിക്കണ്ടേ? ഇപ്പം നമ്മളെ ദൈവം പോലും കൈവിട്ട സ്ഥിതിയാണ്. നമ്മുടെ രാജീവിൻ്റെ വീടിനടുത്ത് ഒരു 1/2 ഏക്കർ സ്ഥലമുണ്ട്. പറ്റുമോ നോക്കണം. തൽക്കാലം കൂടി ഇരുത്താൻ. പക്ഷെ നല്ല വില കൊടുക്കേണ്ടി വരും. പക്ഷെ അത് വിൽക്കൊന്നില്ലെന്ന് തീർച്ചയില്ല. നാട്ടുകാരെ കുട്ടി ഒന്ന് പറഞ്ഞു നോക്കാം. പക്ഷേ അവർ കൂട്ടു സ്വത്താ. എല്ലാവരും സമ്മതം പെടും. ഒരാൾ വിദേശത്വാ. നമ്മളെ ഈ ചുറ്റളവിൽ തന്നെ വേണം. അല്ലെങ്കിൽ പിന്നെ എന്താ അർത്ഥം? സ്ഥാനമാറ്റം ദൂരെ ഏതെങ്കിലും നാട്ടിലേക്ക് ആക്കാൻ പറ്റുമോ? പിന്നെ ഇപ്പം എന്താ ചെയ്യുക? ഇനിയൊരു സ്ഥലം കിട്ടി പുനർനിർമ്മിച്ചാൽ തന്നെ പഴയ ചൈതന്യം കിട്ടുമോ? എന്തായാലും ഒരു വഴി കാണും. നമുക്കൊരു ദേവപ്രശ്നം നോക്കിക്കാം. അതെ, ഏതായാലും ജോസിനെ കണ്ട് ദൈവഹിത അറിയല്ലേ. ആ, എന്നാൽ പിന്നെ ഞാൻ ഒന്ന് തോന്നിട്ട് വരാം. ഓ ആ അതെ. എത്ര നാളിങ്ങനെ നല്ല ദിവസം നോക്കിയിട്ടിരിക്കല്? മീനമാസമല്ലേ? മകം, പൂരം, ഉത്രം, 27, 28, 29. എപ്പോൾ പോവാൻ പറ്റലിപ്പാ? എന്നമ്മ ഇങ്ങനെ പിറുവിറുക്കുന്നു? എന്തോ എന്തെന്നാ ഒറ്റക്കിരുന്ന് പറയുന്നതെന്ന്. മീനം 10-നല്ലേ കുമാരൻ്റെ പിറന്നാള്, 12-ന് മോൻ്റെയും. എല്ലാം എങ്ങനെയെങ്കിലും രണ്ടാളെയും കൊണ്ട് കൊല്ലൂര് തൊഴാൻ പോണം. അതിന് 100 വരുവാ? അമ്മ എന്നെ പറഞ്ഞേക്ക്. ഞാൻ പറഞ്ഞ എന്നെ ചീത്ത പറയേ, അല്ലെങ്കിലേ ബേജാറാ.
ഇവിടെ വീട്ടിലിരിക്കാൻ സമയമില്ലാത്ത ആളാ ഇനിയിപ്പോൾ കൊല്ലൂര് പോന്നു. ബാക്കിയല്ലായി. ആ, നിങ്ങൾ എത്തിയോ? ഞാൻ വിചാരിച്ചു ഉച്ച കഴിഞ്ഞ് എത്തുമെന്ന്. നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങിയതാ. നന്നായി. ഇങ്ങോട്ട് കയറി വാ. കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? വേണ്ട, തൊണ്ടേന്നൊന്നും ഇറങ്ങാത്ത അവസ്ഥയാ. ദേവീൻ്റെ ഇഷ്ടം അറിഞ്ഞാൽ മതി. ശരി, എന്നാൽ നമുക്ക് നോക്കാം. വരൂ. ഓം മൂർത്തത്തെ പരികൽപ്പിത ശശഭൃതോ പത്മാപുനജ്ജന്മനാമാത്മേദ്യാദ്വേദാം കൃതുശ്ചേതദാം ഭർത്താമരജ്യോതിഷാം. ഒമ്പതിൽ വ്യാഴം. ഭാവാധിപൻ കുജൻ ഭാവത്തിൽ നിൽക്കുന്നു. രാശി കൊണ്ട് ദേവിക്ക് അനിഷ്ടമൊന്നും കാണുന്നില്ല. എങ്കിലും സ്ഥലപരിമിതിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ചെറിയ മുശ്ചലുമില്ലാതില്ല. ഇനിയിപ്പം മുന്നോട്ട് നോക്കണോ? ഇനി അതല്ല ദൈവഹിതം മറിച്ചായാലോ? നമ്മളിപ്പോൾ എന്താ ചെയ്യുക? കെട്ടിയ വേഷം ആടുക തന്നെ. അല്ല ജോത്സ്യരെ, പരിഹാരം വല്ലതും? എന്ത് പരിഹാരം? സാധാരണ ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ പോരെ? എല്ലാം അറിയുന്ന കാര്യമല്ലേ. അതിന് പ്രശ്നം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ച് ദൂരെ ദിക്കിലൊരു സ്ഥലം കിട്ടാനുണ്ട്, ആടത്തേക്ക് മാറ്റിയാലോ? എന്താ രാഘവ ഈ പറയുന്നത്? ദൂരേക്ക് മാറുകയോ? അങ്ങനെ പറിച്ചു നടാൻ പറ്റിയ ഒന്നല്ല ഇത്, മനസ്സിലാക്കുക. അതിൻ്റെ അടുത്തൊരു സ്ഥലം കിട്ടിയാലോ? അതെ, ഇല്ലെങ്കിൽ ഉള്ള സ്ഥലത്ത് കണക്കൊപ്പിച്ച് അവിടെ ചെറിയൊരു സ്ഥാനം പണിയാം. ക്ഷേത്രം തന്ത്രിയൊക്കെ ഉണ്ട്. അഭിപ്രായം വല്ലതും അറിഞ്ഞുവോ? ഇല്ല, ജോത്സ്യരെ കണ്ടിട്ട് കാണാന്ന് വെച്ചു. ശരി. ദേവിയുടെ കാര്യമല്ലേ, ഒന്നും വേണ്ട. കാര്യങ്ങളൊക്കെ ഭംഗിയായി നടക്കും. രാശി അതാണ് പറയുന്നത്. ശരി ജോത്സ്യരെ. അപ്പം ശരി. പെരുവണ്ണാനെ പറയുമ്പോൾ ഒന്നും തോന്നരുത്. ഞാൻ വിചാരിച്ച ഒരു കാര്യം നടക്കില്ല. ബാലാലയ പ്രതിഷ്ഠയ്ക്ക് വേണ്ടുന്ന ഏർപ്പാടുകൾ ചെയ്യാം, അത്ര തന്നെ. തിരുമേനി, അതിപ്പോ അല്ലാതെ ഞാൻ എന്താ പറയാ? ദേവിക്ക് അവിടുത്തെ പൊറുപ്പ് മതിയായി കാണും. വിഷമുണ്ട് നല്ലോണം. എൻ്റെ ഭഗവതി, അല്ലെങ്കിൽ എൻ്റെ അനിഷ്ടത്തിന് എന്താ വില? ഞാനിപ്പോ പറ്റില്ല എന്ന് പറഞ്ഞ കഷ്ടമുണ്ട്. പരിഹാരക്രിയ എന്താ വെച്ചാ ചെയ്യുക, അത്ര തന്നെ. ഇറങ്ങാല്ലേ തിരുമേനി? നമ്മളങ്ങോട്ട് ഇറങ്ങാം. ശരി. ഇനിയിപ്പോ ഇത് നടക്കും തോന്നില്ല. വേറെ വഴി നോക്കാം. റോഡ് വികസനം മൂലം കളിസ്ഥലം നഷ്ടമാകുന്നു. ചെറുവത്തൂരിൽ അടിപ്പാത അത്യാവശ്യം. കരിവള്ളൂരിൽ സ്കൂളിൻ്റെ കളിസ്ഥലം നഷ്ടമാകുന്നു. പയ്യന്നൂരിലെ കച്ചവടക്കാർക്ക് ആശങ്ക, MLA ഇടപെടും. പരാതിക്ക് ഒരു കുറവില്ല. ഇതന്നെയാണ് ഇവിടെ ഒരു കാര്യം നടക്കാത്തത്. അത് പറഞ്ഞിട്ട് കാര്യമില്ല.
അടിപ്പാത അത്യാവശ്യമാണ്. അതില്ലെങ്കിലേ ഇക്കണ്ട ജനങ്ങളും വിദ്യാർത്ഥികളും ഈ റോഡിൽ നിന്ന് മറ്റേ ഭാഗത്തേക്ക് പോകണമെങ്കിൽ എത്ര ചുറ്റണം? ശരിയാണ്. എന്നാലും കുറച്ച് കഷ്ടപ്പാടും നഷ്ടമൊക്കെ സഹിക്കേണ്ടി വരും. ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടില്ലേ? ശരിയായ പ്ലാനിങ് ഇല്ല, അതിൻ്റെ അഭാവം കാണാനുണ്ട്. ഒരു ദീർഘവീക്ഷണത്തിൻ്റെ കുറവ് നമുക്ക് എപ്പോഴും ഉണ്ട്. അല്ലെങ്കിൽ തന്നെ ഈ ഹൈവേ എപ്പോഴേ വരേണ്ടതാണ്. ഈ പണി ഇപ്പം തുടങ്ങിയതല്ലോ. ഇനി എത്ര കാലം എടുക്കും ഈ തീരാൻ? ഇപ്പം എന്തായി രാജേഷേട്ടാ, ദൈവത്തിനേക്കാൾ ശക്തി സർക്കാരിനെ മനസ്സിലായില്ലേ? അതെ, ഈ ദൈവശക്തി എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. എല്ലാം മനുഷ്യനിർമ്മിതമല്ലേ. ഇവിടെ സൂപ്പർ ഹൈവേ വരുമ്പോൾ കാവ് കാലും കെട്ടിപ്പിടിച്ചിരിക്കുക, വേറെ പണിയില്ല. അങ്ങനെ പറയല്ല, നമ്മളെ അച്ഛനമ്മമാര് നിത്യേന പൂജിച്ചു വരുന്ന സ്ഥലമല്ലേ അത്. അവരെ വിഷമം അവർക്കേ മനസ്സിലാവും. പുതിയ തലമുറക്കാർക്ക് അത് എത്രയായാലും തലക്കാറില്ല. ഈ പുതിയ ഹൈവേ ഉണ്ടല്ലോ, കേരളത്തിൽ 40 മീറ്ററാ, പക്ഷെ അന്യ സംസ്ഥാനത്ത് 60 മീറ്ററാ. ഇവിടെ ആവശ്യമില്ലധികം പള്ളി അമ്പലവും ഇപ്പം തന്നെയുണ്ട്. പുരോഗമനത്തിന് തടസ്സം നിൽക്കല രാജേഷേട്ടാ. ഇവിടെ എത്ര പേർക്ക് സ്വന്തം കൃഷിസ്ഥലം നഷ്ടപ്പെട്ടു, സ്വന്തം കിടപ്പാടം നഷ്ടപ്പെട്ടു. പാരമ്പര്യ കർഷകർക്ക് ഇനി ഇതുപോലൊരു ഭൂമി കിട്ടുമോ? ഇതിനൊക്കെ സർക്കാർ നഷ്ടപരിഹാരം തരുന്നുണ്ട്. അവരെല്ലാം വേറെ സ്ഥലം നോക്കേണ്ടി വരും. ഒരു ദേവസ്ഥാനത്തെ ഈ ഗണത്തിൽപ്പെടുത്താൻ പറ്റില്ല. നീലേശ്വരത്തെ കണ്ണങ്കൈക്കാവ് പയ്യന്നൂർക്കുണ്ടാക്കാൻ പറ്റുക? അതാ പറഞ്ഞത്, ഒരു വിശ്വാസത്തിന്റെ പ്രശ്നമാണ്. പക്ഷേ വേണമെങ്കിൽ കേസ് കോടതി ഫയൽ ചെയ്യാം, പക്ഷേ അത് നിൽക്കും തോന്നില്ല. എന്നാ പിന്നെ അത് നമുക്ക് ഗംഗാരം വക്കീലിനോടൊന്ന് പറഞ്ഞു നോക്കാം. ആട്ടെ. നമസ്കാരം. നമസ്കാരം കുമാരേട്ടാ, വാ കേറ്. വാ ഇരിക്ക്. രാജേഷേ, വിവരം ഞാൻ അറിഞ്ഞിനി. ഇതേപോലത്തെ കുറേ കേസ് മുമ്പിൽ വന്നിട്ടുണ്ട്. സംഗതി എന്താ വെച്ചാൽ, സർക്കാരിൻ്റെ, അതായത് കേന്ദ്രത്തിൻ്റെ ആയാലും കേരളത്തിൻ്റെ ആയാലും വികസന നയത്തിൻ്റെ ഭാഗമാണിത്. മനസ്സിലായ? അത് മനസ്സിലായി വക്കീലേ. ഇതിപ്പോൾ ഒരു നാടിനും നാട്ടുകാരുടെ വിശ്വാസത്തിൻ്റെ പ്രശ്നമല്ലേ? ആണ്. ആവശ്യത്തിലധികം നഷ്ടപരിഹാരം തരുന്നതിൻ്റെ കാരണം അതാണ്. ക്ഷേത്രം നിൽക്കുന്ന സ്ഥലം, അതിൻ്റെ സ്ഥാവര ജംഗമ വസ്തുക്കളെല്ലാം കൂടിയിട്ടാണ് നഷ്ടപരിഹാരം തരുന്നത്. വേറെ നല്ല സ്ഥലം കണ്ടുപിടിച്ചിട്ട് മാറുന്നതാണ് ഏറ്റവും നല്ലത്. ഒരു സ്റ്റേ ഓർഡർ വാങ്ങാൻ പറ്റുമോ? അതിപ്പോൾ ഇവിടെ പള്ളിക്കും ചർച്ചിനും നമുക്കെല്ലാം ഒരേ നിയമമാണ്. വെറുതെ കേസിനും കൂട്ടത്തിനും വരുന്ന ഒരു കാര്യമില്ല. വെറുതെ സമയം പൈസയും കളയാന്നേ ഇല്ലു. ആ സമയം കൊണ്ട് നല്ല സ്ഥലം കണ്ടുപിടിച്ചിട്ട് അങ്ങോട്ടേക്ക് മാറുന്നതാണ് നല്ലത് കുമാരേട്ടാ. അപ്പോൾ ശരി വക്കീൽ. ശരി എന്നാൽ. വക്കീലെ, എന്നാ പിന്നെ ശരി. ഇനിയിപ്പോൾ എന്താ ആക്കല്? നമ്മളിതെന്താ ചെയ്യുക? ഇനിയിപ്പോൾ രക്ഷയില്ല, കാര്യമില്ല. പിന്നെ കാര്യങ്ങളെല്ലാം ഒരു പ്രശ്നമാണ്. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? നീ എന്താ ഇടാ? റോഡുകാരുടെ അടുത്തേക്ക് 2.5 സെൻറ്റ് സ്ഥലം ബാക്കിയുണ്ട്. അത് ഓർക്കല്ലാണ്ട് വേറെ ആർക്കും ശരിയാവില്ല. വക്കീലിനെ കണ്ടിട്ട് എന്തെങ്കിലും ശരിയാവും നോക്കാം. ചോദിച്ചോ. അല്ല, നിങ്ങൾ വന്ന കാര്യം എന്തായി? എന്താവാൻ, ഇതൊന്നും നമ്മളെ കൊണ്ടൊന്നും എടുത്താൽ പോകുന്ന കേസൊന്നുമല്ല. ഇനി എൻ്റെ വയ്യ നടക്കാൻ കഴിയില്ല. നീ പോയി നോക്ക്. എന്നാ പോവാ. കുമാരേട്ടാ, ഇരിക്കുമാരേട്ടാ. എന്തായി വിനീഷേ ഞാൻ പറഞ്ഞ സ്ഥലത്തിൻ്റെ കാര്യങ്ങൾ? സ്ഥലം ഏരി ഇത്തിരി കുറവാന്ന് കുമാരേട്ടാ, പക്ഷെ എന്നാലും മോശമല്ല. വില ഇത്തിരി കൂടും. ഹൈവേ വികസനമൊക്കെ പേപ്പറിൽ വായിച്ചതല്ലേ. ഒരു 3 ലക്ഷം ഉറുപ്പ്യയും കൊടുക്കേണ്ടി വരും. 3 ലക്ഷം ഉറുപ്പ്യോ? ഏടുന്ന വിനീഷ ഇതൊക്കെ ആക്കലേ? നിങ്ങൾക്ക് നഷ്ടപരിഹാരം കിട്ടൂലേ, ബാക്കി കയ്യിൽ കൂട്ടണം. പൈസേനേക്കാളും കൂടുതൽ നല്ല സ്ഥലം കിട്ടുക എന്നുള്ളതാണ് ഇവിടുത്തെ ആവശ്യം.
നിങ്ങൾ കമ്മിറ്റി പറ, നമുക്ക് നോക്കാം. ആ, ഞാൻ കമ്മിറ്റിയിൽ അവതരിപ്പിച്ചതിന് ശേഷം ഞാൻ നിന്നെ വിളിച്ചു. ശരി. ദൈവഹിതം പോലെ നടക്കട്ടെ അല്ലേ? അതെ രാഘവട്ടാ, ഇങ്ങനെ പോയാൽ ഈ കളിയാട്ടം കൂടി നമുക്കിവിടെ കൂടാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. വരുന്ന കളിയാട്ടം കൂടി ഇവിടെ നടത്താൻ പറ്റും. ഇതൊരു വലിയ പ്രോജക്റ്റ് അല്ലേ? അതെ. എത്ര കുന്നിടിക്കണം, എത്ര കുണ്ട് തൂർക്കണം, പണി എത്ര കിടക്കുന്ന പെരുണ്ണാനെ. വരുന്ന കളിയാട്ടം കൂടി ഇവിടെ കൂടാൻ ദേവി അനുഗ്രഹിക്കട്ടെ. തീർച്ചയായും. പാലത്തിൻ കീഴ് ദേവീ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ കളിയാട്ട മഹോത്സവത്തിന് കൊടിയുയരുകയായി. കൈകൂപ്പി കേഴുന്നവർക്ക് അഭയവരദായിനിയായും ജനങ്ങൾക്ക് അന്തകയായും അരുളുന്ന അത് കളിയാട്ടത്തിന്റെയാണ്. കുമാരേട്ടന് സമാധാനായിട്ടുണ്ടാവും. ജനങ്ങൾക്ക് അനുഗ്രഹമേകുന്നു. സർവരെയും ഈ മഹോത്സവത്തിന്റെ മുഹൂർത്തത്തിലേക്ക് നിങ്ങളെ സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. അമ്മയുടെ വരപ്രസാദം അനുഭവിച്ചറിയുവാൻ വേണ്ടി നിങ്ങളേവരെയും ഈ സന്നിധിയിലേക്ക് പൈതങ്ങളെ, ജലത്തിനോട് നോക്കുന്ന അഗ്നിയുടെ അവസ്ഥ ആയില്ലേ എനിക്ക്? ഇതുവരെ താങ്ങും തളരുമായി നിന്ന് ഇപ്പോൾ ഗതിമാറിയല്ലേ? ജപിച്ച മന്ത്രത്തിനും അർപ്പിച്ച പുഷ്പത്തിനും ആധാരമായിക്കൊണ്ട് ഇരുന്ന ഞാൻ മാനവരാശിയുടെ ആവശ്യങ്ങൾ കണ്ടില്ലെന്ന് അടിക്കണോ? വേണോ? ഇരിക്കട്ടെ ഇരിക്കട്ടെ ഇരിക്കട്ടെ. എങ്കിലും മാറി നിന്ന് ഭക്തർക്ക് അനുഗ്രഹം കൊടുത്തോളാം കേട്ടോ. അല്ലെങ്കിലും ഭക്തരുടെ പ്രാർത്ഥന കേട്ട് അത് സാധിപ്പിക്കേണ്ട കടമയില്ലേ? ഇല്ലേ? മാറത്തിട്ട യജ്ഞോപവിധം പോലെയും
ഭണ്ഡാരത്തിലെ പൊന്നും പൂവും പോലെയും കാത്തോളട്ടോ എന്റെ പൈതങ്ങളെ. ചിലങ്കകൾ അഴിച്ചു വെച്ചോട്ടെ ഞാൻ. നിങ്ങൾക്ക് ഞാനൊരു തടസ്സമാവുന്നില്ല. ആട്ടെ, നടക്കട്ടെ നടക്കട്ടെ നടക്കട്ടെ. എന്റെ അവസാനത്തെ കെട്ടിയാടലായുടെ മാനവരാശിയുടെ നിലനിൽപ്പിന് എല്ലാം ആവശ്യമല്ലേ? അതല്ലേ ഇപ്പൊ നടക്കുന്നത്. അത് ദൈവഹിതമായി കണ്ടുകൊണ്ട് മനുഷ്യർക്ക് വേണ്ടി ഞാൻ ഒടിഞ്ഞോളാട്ടോ. എന്റെ പൈതങ്ങളെ, ഗുണം വരണം. എല്ലാവർക്കും ഗുണം വരണം. എല്ലാവർക്കും ഗുണം വരണം. Mm.